എന്നാൽ ആ ഖബറിൽ പോകുന്നത് നമ്മുടെ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയല്ല. ഖബറിൽ പോകാം, ഖബർ സിയാറത്ത് ചെയ്യാം, അത് സുന്നത്താണ്. എന്തിനു വേണ്ടി? പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവാൻ, മരിക്കണമല്ലോ എന്ന ചിന്തയുണ്ടാവാൻ, പരലോകത്തെക്കുറിച്ച് ബോധമുണ്ടാകാനാണ് ഖബർ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാതെ ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖബറിൽ പോകാൻ പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, പോകുന്ന കൂട്ടത്തിൽ ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാകാം. പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ തന്നെ പോകണമെന്ന് എവിടുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ പോകുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അല്ലാതെ നമ്മുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഖബറിൽ പോവുക എന്നൊരു ഏർപ്പാട് പ്രവാചകരോ സ്വഹാബത്തോ താബികളോ ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. അത് എത്ര മഹാന്റെ ഖബറാണെങ്കിലും ശരി, അവിടെ ആ നിലക്ക് പ്രത്യേക ഒരു ഇബാദത്തിനോ ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിലോ ഒന്നും അവിടെ പോയിക്കൂടാ. അവർക്ക് ഒരുപക്ഷെ മഹാന്മാരായിരിക്കാം, റഹ്മാനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വല്ല നിഴമത്തുകളും റഹ്മത്തും ബറക്കത്തും ഒക്കെ ഒരുപക്ഷെ അവർക്ക് ലഭിക്കുന്നുണ്ടായേക്കാം. അതിന് നേട്ടം അവർക്ക് തന്നെയാണ്. അല്ലാതെ അത് വെച്ചിട്ട് നമ്മൾ പോയിട്ട് നമുക്ക് നേടുക എന്നുള്ളതില്ല. അവരൊക്കെ ജീവിച്ച് കാണിച്ചൊരു വഴിയിൽ, ആ മാതൃകയിൽ നമ്മളും ജീവിക്കുക, നമ്മളും റബ്ബിന്റെ റഹ്മത്തിനും റബ്ബിന്റെ തൗഫീഖിനും അവന്റെ ബറക്കത്തിനും വേണ്ടി ദുആ ചെയ്യുക എന്നതല്ലാതെ അവിടുന്ന് അവരോട് പോയിട്ട് ഇങ്ങോട്ട് ബറക്കത്ത് ചോദിക്കുന്ന ഒരു രീതി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ പേരിടാനും, കുട്ടികൾക്ക് പേരിടാനും ഖബറിൽ പോയി പേരിടുക എന്ന ഒന്നില്ല. പേര് ആർക്കും ഇടാം, ആരെക്കൊണ്ടും പേരിടിക്കാം. അല്ലെങ്കിൽ ഇന്നാൾ പേരിട്ടാൽ അതിന് പ്രത്യേകമായ പുണ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ഇടിച്ചാൽ പ്രത്യേകമായ പുണ്യമുണ്ട് എന്നൊന്നും ഇല്ല. നേരെ മറിച്ച് ആരെക്കൊണ്ടും പേരിടിക്കാം. അത് നല്ല പേരാവാൻ ശ്രദ്ധിക്കുക. നല്ല പേരാവാൻ, ഇസ്ലാമികമായ ആശയം കൂടി യോജിക്കുന്ന നല്ല പേരാവാൻ പ്രത്യേകം പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു ഖബറിൽ പോയിട്ട് അവിടുന്ന് പേരിടുക എന്ന രീതി അത് യഥാർത്ഥത്തിൽ മറ്റു പല മതസ്ഥരുടെയും വിശ്വാസാചാരങ്ങളിൽ കടമെടുത്തു വന്നതാവാനാണ് സാധ്യത കൂടുതൽ. അവരൊക്കെയാണ് ആ നിലയ്ക്കുള്ള പ്രത്യേക കേന്ദ്രങ്ങളിൽ പോയിട്ട് പേരിടലും എഴുത്തിനെഴുത്തലും അങ്ങനെയൊക്കെയുള്ള ശൈലികൾ അവിടുന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവാൻ സാധ്യത. അല്ലെ, പ്രമാണങ്ങളിൽ അത്തരമൊരു അധ്യാപനം കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സയ്യദ് ഇബ്രാഹിമാണ്. ഞാൻ തമിഴ്നാട് സ്വദേശിയാണ്. ഇപ്പൊ മുജാഹിദ് തമ്മിൽ തന്നെ വേറുപാടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ തമിഴ്നാട്ടിൽ വന്നിട്ട് 20 കൊല്ലായി. പക്ഷെ ഇപ്പൊ തമിഴ്നാട്ടിൽ നോക്കിയാൽ 20 ഇതിലാ ഉള്ളത് മുജാഹിദ് ഓരോരാൾ. ഇപ്പൊ ഉദാഹരണത്തിന് TNTJ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങയുണ്ട്. അയാൾ പറയുന്നത് KNM വിശ്വസിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ തമ്മിൽ തന്നെ ഇവിടെ ഒരു കൊടയും കീഴിലാണ്. ആ കേരളത്തിൽ എത്തുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഒരു കൊടയും കീഴുണ്ടായിരുന്നതാണ്. ഇപ്പൊ 3ആയി. എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ അങ്ങനെ വേറുപെടുന്നത്? എല്ലാവരും പറയുന്നത് ബിദ്അത്ത് എതിർക്കുന്നു, പിന്നെ ശിർക്ക് എതിർക്കുന്നതാണ്, നിസ്കാരത്തിൽ ശേഷമുള്ള പ്രാർത്ഥന എതിർക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വേർപിരിയുന്നത്? അതിന് വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ പ്രസക്തി ചോദ്യം ചെയ്യേണ്ടതാണ്. പക്ഷേ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക്, ആ ചോദ്യം ജനങ്ങളിലേക്ക് എത്തിയ സ്ഥിതിക്ക് ചോദ്യം പോലെ തന്നെ മറുപടിയും നിർബന്ധമായതുകൊണ്ട് മാത്രം. മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിലെ പ്രശ്നങ്ങൾ ഈ അടുത്ത് തുടങ്ങിയതല്ല. നമുക്കറിയാം, 1920കളിൽ കേരളത്തിൽ കേരള മുസ്ലിം ഐക്യസംഘം എന്ന ശക്തമായ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കെ 1924 കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ സംഘം എന്ന പേരിൽ ഇന്ന് മുജാഹിദുകളെന്നും സുന്നികളെന്നും ജമാഅത്തെ ഇസ്ലാമി എന്നുമൊക്കെ പല സംഘടനകളായി പിരിഞ്ഞ ആളുകൾ ഒന്നിച്ച് അംഗീകരിച്ച ഒരു സഭയായിരുന്നു കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ സംഘം. ആ സംഘം സത്യസംഘമായി അംഗീകരിക്കുവാൻ കാരണം അതിൻ്റെ ചട്ടങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖുർആനും സുന്നത്തും സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗവും അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് ഇതിൽ പ്രവർത്തിക്കാനുള്ള യോഗ്യത എന്ന്. അപ്പോൾ ഖുർആനും സുന്നത്തും അടിസ്ഥാന പ്രമാണങ്ങളാണെന്നും ആ അടിസ്ഥാന പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും ഖുർആൻ തന്നെ അതിനെ എങ്ങനെ പഠിക്കാൻ പറഞ്ഞുവോ മനസ്സിലാക്കാൻ പറഞ്ഞോ, ഹദീസ് അതിനെ എങ്ങനെ പഠിക്കാനും മനസ്സിലാക്കാനും പറഞ്ഞോ അതുപോലെ തന്നെയായിരിക്കണം. അതിൽ വ്യത്യാസം വന്നപ്പോൾ ഒന്നാമത്തെ പിളർപ്പുണ്ടായി 1926 2 കൊല്ലം കൊണ്ട്. അഥവാ ജമിയത്തുൽ ഉലമ അംഗീകരിച്ച പ്രമാണബദ്ധമായ നിയമസംഹിത അനുസരിച്ച് ഖുർആനും സുന്നത്തും സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗവും അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ജന്മദിനാഘോഷം പാടുണ്ടോ ഇല്ലേ എന്ന ചർച്ച വന്നു. മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ പാടുണ്ടോ ഇല്ല എന്ന ചർച്ച വന്നു. കബറിന്റെ അടുത്തേക്ക് പോയി ആ കബർ കെട്ടിപ്പൊക്കാനും പച്ചവിരിക്കാനും നമ്മുടെ തെക്കീ ബസാറിൽ വെച്ചതുപോലെ നിലവിളക്ക് വെക്കാനും അതേപോലെ തന്നെ ഭീമാപ്പള്ളി ഉള്ളതുപോലെ തവാഫ് ചെയ്യാനും ഒക്കെ പറ്റുമോ എന്ന ചർച്ച വന്നു.
ജമിയത്തുൽ ഉലമ അംഗീകരിച്ച നിയമാവലി അനുസരിച്ച് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? ഇത് രണ്ടും മനസ്സിലാക്കിയ സ്വഹാബാക്കൾ ഈ മാർഗം കാണിച്ചു തന്നിട്ടുണ്ടോ? ആർക്കും ശരിയായ ഉത്തരം നൽകാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു വിഭാഗം ഈ തെളിവിന്റെ മുമ്പിൽ കീഴടങ്ങുന്നതിന് പകരം ഞങ്ങളുടെ വാപ്പകാരണവന്മാർ മുമ്പേ ചെയ്തു പോകുന്നത് തന്നെ ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും പുറത്തേക്ക് പോയി മറ്റൊരു സംഘടന രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ ഈ പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, വക്കീലന്മാര് പറഞ്ഞു കൊടുത്തു, മറ്റൊരു പേര് മുമ്പിൽ ചേർത്താൽ മതി. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, കേരള ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ സമസ്ത എന്ന് ചേർത്തു. ഒന്നാമത്തെ പിളർപ്പ്. അത് കഴിഞ്ഞ് ആ സമസ്ത തന്നെ സംസ്ഥാനയായി, അതേ ദക്ഷിണ കേരള, ആ രൂപത്തിലെല്ലാം പിന്നീട് വിഭജിച്ച് ഇപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്ന് സമസ്തയുടെ ഒരു വിഭാഗം തന്നെ പറയുന്നു അത് കള്ളമുടിയാണ് എന്ന്. ആ തരത്തിലേക്ക് അത് ഇപ്പോഴും അതിന്റെ ഭിന്നിപ്പുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന ശിർക്കൻ ആശയവുമായി ഒരു വിഭാഗം പിളർന്നു പോയപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ആളുകൾ വേറെ ചില ചിന്താഗതികൾ ഖുർആനിനും ഹദീസിനും എതിരായി വന്നു. ഉദാഹരണം, ചേകനൂർ മൗലവി ഈ വേദിയിൽ അല്പകാലമെങ്കിലും ഉണ്ടായി. പക്ഷെ അദ്ദേഹം നമസ്കാരം 3 വഖത്താണ് തുടങ്ങി. അതേപോലെ തന്നെ ഒട്ടേറെ ഹദീസുകൾ നിഷേധിച്ചു കൊണ്ടുവന്നു. 1969 വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരു ഭാഗത്ത് ചേകന്നൂരിനെ നിർത്തിയിട്ട് മുജാഹിദ് പണ്ഡിതന്മാർ അദ്ദേഹത്തോട് വാദപ്രതിവാദം നടത്തുകയുണ്ടായി. അതേപോലെ തന്നെ CN അഹമ്മദ് മൗലവി 1920 കാലഘട്ടത്തിൽ ഉള്ള പ്രവർത്തനങ്ങളെ പരിചയമുള്ള ആ പണ്ഡിതൻ ഖുർആൻ പരിഭാഷ എഴുതി, ബുഹാരിയുടെ പരിഭാഷ എഴുതി. എന്നാൽ സ്വന്തം ബുദ്ധിയും യുക്തിയും അതിൽ കണ്ടപ്പോൾ KNM-ന്റെ ഒന്നാമത്തെ പ്രസിഡന്റായിരുന്ന മഹാനായ KM മൗലവി, മുഹമ്മദ് അമാനി മൗലവിയെയും അതേപോലെ തന്നെ PK മൂസ മൗലവിയെയും അലവി മൗലവിയെയും വിളിച്ചുകൊണ്ട് CN അഹമ്മദ് മൗലവിക്ക് മറുപടി എഴുതാൻ പറഞ്ഞു. അതാണ് ഇന്ന് മലയാളി കേരളത്തിൽ അറിയപ്പെടുന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ പേരിൽ അറിയപ്പെടുന്ന പരിഭാഷ. അപ്പോൾ അവരൊക്കെ മുജാഹിദുകളായിരുന്നില്ലേ? ആയിരുന്നു. അവർക്ക് വ്യതിയാനം സംഭവിച്ചപ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ലേ, മുജാഹിദുകളല്ലേ, അവരെ എതിർക്കേണ്ടതില്ല എന്നല്ല. മറിച്ച് ആദ്യ കാലത്ത് പോലും CN അഹമ്മദ് മൗലവിയുടെ പേര് പോലും പറയാതെ അദ്ദേഹം മുഇസ്സത്തുകൾ നിഷേധിച്ചതും സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചതും മുഹമ്മദ് അമാനി മൗലവി തുറന്നു കാണിച്ചു. 2002 കാലഘട്ടമായപ്പോൾ ആ സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് ചില പരിശ്രമങ്ങൾ ഇതിനെതിരെ ഉണ്ടായി. പുറത്തുപോയ സഹോദരങ്ങൾ TV മാധ്യമങ്ങളെ വിളിച്ച്, പത്രക്കാരെ വിളിച്ചുകൊണ്ട് 2002 ആഗസ്റ്റ് 16-ാം തീയതി അവർ മുഖപത്രമായി അംഗീകരിക്കുന്ന ശബാബിൽ പോലും ആ കാര്യം വ്യക്തമായത്. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. മുജാഹിദ് പ്രസ്ഥാനം വെച്ചു പുലർത്തിപ്പോരുന്ന വ്യത്യസ്തമായ മറ്റൊരാശയം ഞങ്ങൾക്കുണ്ടായി. അത് ഇതിന്റെ ഉള്ളിൽ സംഘട്ടനമുണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റൊരു സംഘടന ഉണ്ടാക്കുന്നത് എന്നും തുറന്നവർ പറഞ്ഞു. പിന്നീട് വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ 10 വർഷക്കാലം മുന്നോട്ട് പോയപ്പോൾ ആ മടവൂർ വിഭാഗത്തോടൊന്ന് യോജിച്ചാൽ തരക്കേടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാശയക്കാരായി പുറത്തുപോയവരുമായി നമുക്ക് യോജിക്കാമെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹീങ്ങളുടെ മാർഗവും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആ സംഘത്തിൽ തന്നെ നാം ഉറച്ചു നിൽക്കണം എന്ന് പറയുമ്പോഴുള്ള ഭിന്നിപ്പാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പരിഹാരം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം, അവന്റെ പ്രവാചകനിലേക്ക് മടക്കണം. പിന്നീട് എക്കാലഘട്ടത്തിലും സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ഒരു കുടക്കീഴിലുള്ള മുജാഹിദ് പ്രസ്ഥാനം എക്കാലഘട്ടത്തിലും അഭിമുഖീകരിച്ച ചില പ്രതിസന്ധികളുണ്ട്. തെറ്റിദ്ധാരണകൾ പരത്തുക, ഖബർ സിയാറത്ത് ഇല്ലാത്തവരാണ്. ഒരു സഹോദരൻ ചോദിച്ചല്ലോ, സ്വലാത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിഷ്കളങ്കമായ ചോദ്യം, അറിയാനുള്ള ചോദ്യം. സലാത്തില്ലാത്തവരാണ്, ദിക്റില്ലാത്തവരാണ്, എല്ലാം വെട്ടിച്ചുരുക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, പ്രവാചകനെ സാധാരണ മനുഷ്യരാക്കുന്നവരാണ് തുടങ്ങിയ ആരോപണങ്ങൾ. അതുപോലെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഏതോ ജൂതന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ശക്തമായ ആരോപണം വന്നു. അവർ ജിന്നുകളോട് തേടുന്നവരാണ്. ജിന്നെ കാക്കണേ എന്ന് വിളിക്കേണ്ടതില്ല. ഒരു അപകട സന്ദർഭം ഉദാഹരണം. ആ അപകട സന്ദർഭത്തിൽ ജിന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി, അത് ശിർക്കാണ്. ജിന്നെ രക്ഷിക്കണേ എന്ന് വിചാരിച്ചാൽ ഏതായാലും ശിർക്കായി, എന്ന് വിളിച്ചാൽ ഏതായാലും ശിർക്കായി. അങ്ങനെ വിളിക്കാതെ തന്നെ നമ്മെ രക്ഷിക്കാൻ ജിന്നിന് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്ന് വിശ്വസിക്കുന്ന
മുജാഹിദുകളെ പോലും ജിന്നുകളോട് തേടുന്നവർ എന്ന് പറയുന്നത് സാധാരണക്കാരല്ല. ഇതിനെ തകർക്കാൻ ലോകത്ത് ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് ഏറ്റവും എതിർപ്പ് മുസ്ലിങ്ങളോടാണെങ്കിൽ ആ മുസ്ലിങ്ങളിൽ യഥാർത്ഥ ആശയം കയ്യിലെടുക്കുന്ന സലഫികളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ശത്രുക്കളായി. അമേരിക്കയാകട്ടെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളാകട്ടെ അവർക്ക് ശക്തമായ എതിർപ്പ്. അതിന്റെ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അപ്പോൾ റസൂലുള്ളാഹിയുടെയും സ്വഹാബാക്കളുടെയും ചര്യയിലേക്ക് മടങ്ങുക. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഇതൊരു വ്യക്തിയെ തഖ്ലീദ് ചെയ്യുന്ന കൂട്ടായ്മയല്ല, ഒരു സംഘടനയെ തഖ്ലീദ് ചെയ്യുന്ന കൂട്ടായ്മയല്ല. സംഘടന ഖുർആനിനും സുന്നത്തിനും എതിര് പറഞ്ഞാൽ സംഘടനയേക്കാൾ വലുത് ആദർശമാണ്. വ്യക്തി പ്രമാണങ്ങൾക്കപ്പുറത്ത് പറഞ്ഞാൽ വ്യക്തിയേക്കാൾ വലുത് ഖുർആനും സുന്നത്തുമാണ്. അതാണ് കേരളം ഒന്നാകെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നബിദിന വിഷയം വന്നപ്പോൾ ഈ വിഷയം ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആ ബാനർ ഉപയോഗിക്കുന്ന സംഘടനയുടെ ബാനർ ഉപയോഗിക്കുന്ന ആളുകൾ മുഖാമുഖം നടത്താൻ കാണുന്നില്ല. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലഘട്ടത്തിലും നിർവഹിച്ചു വന്ന ദൗത്യം. ഇവിടെ കഴിഞ്ഞാൽ തലപ്പാറയിൽ, മണ്ണാർക്കാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ഇതേമൂലം മുഖാമുഖങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് എന്താണോ മുജാഹിദ് പ്രസ്ഥാനം മുൻകാലഘട്ടത്തിൽ ശിർക്കിനെതിരെ, ബിദ്അത്തിനെതിരെ നീങ്ങിയിട്ടുള്ള നീക്കം, ആ നീക്കത്തിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോൾ സംഘടനയുടെ പവർ കണ്ടിട്ടല്ല, ആദർശത്തിന്റെ മഹത്വം മനസ്സിലാക്കി നാം മുന്നോട്ട് പോവുക. ഭിന്നിപ്പ് എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പരിഹാരം പ്രമാണങ്ങളിലേക്ക് മടങ്ങലാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊള്ളുന്നു. ഈ മതം അക്മലത്തിലെക്കും എന്ന് പറഞ്ഞ് ഖുർആൻ മുഖേനയും സുന്നത്ത് മുഖേനയും പൂർത്തിയായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഒന്ന് രണ്ട് ഹദീസിൽ മൻസന്ന സുന്നത്തൻ ഹസനത്തൻ എന്ന് പറഞ്ഞ് നല്ലൊരു സുന്നത്ത് ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവും നബി അല്ലാത്ത മറ്റൊരാളെ സംബന്ധിച്ചാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൻദല്ലല ഹൈരിൻ, ഖുർആനും ഹദീസും ദല്ല എല്ലാം അറിയിച്ചു വന്നിട്ടുണ്ട്, പരിപൂർണമായിട്ടുണ്ട്. അപ്പോൾ മൻദല്ലല ഹൈരിൻ ഫലഹു അജ്റു മിസ്ലി ഫായിലി, ഒരാളൊരു നന്മ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവൻ ചെയ്യുന്നവരുടെ പ്രതിഫലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ ഹദീസ് ഏത് പരിധിയിൽ വരും? പക്ഷെ ഞാൻ പ്രധാനമായും ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ നബിദിന എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ ഉള്ളിൽ നിന്നുണ്ട് പുറത്തു നിന്നുണ്ട്. നബിക്ക് തിരുമേനിക്കെതിരായിട്ട് ഏറ്റവും വലിയ നിന്ദകൾ ഉണ്ടായത് ലോകത്ത് ഏറ്റവും അധികം പ്രചരിച്ചത് പാശ്ചാത്യ രാജ്യവും ക്രൈസ്തവ എഴുത്തുകാരൊന്നും ഓറിയന്റൽസും നോക്കാണ്. അപ്പൊ ഏറ്റവും അധികം നബി തിരുമേനിയെ വിമർശിച്ച് നിന്ദനാക്കിയത് ഏത് ചരിത്രകാരനാണ്? പാശ്ചാത്യ ചരിത്രകാരനൊന്നും. നബി തിരുമേനി പല സ്വഭാവത്തിലുമുണ്ട് ആ ചരിത്ര വിമർശനങ്ങൾ. നബി തിരുമേനിയെ ഏറ്റവും അധികം അനുകൂലിച്ച ഗിബൺ പോലുള്ള ആളുകൾ, അത് നിലവിൽ ക്ഷണിച്ച ആളുണ്ട്. ഇന്ത്യയിൽ നബിദിന റംഗീല റഷീദ് പോലുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും അധികം നബിയെ വിമർശിച്ച് തരംതാഴ്ത്തിയ ആളും ഏറ്റവും അധികം നബിയെ അനുകൂലിച്ച് സംസാരിച്ച ചരിത്രകാരന്മാരാരാണെന്ന് എനിക്ക് ഞാൻ നബിദിന ചരിത്രത്തെ കുറിച്ച് വളരെ വിശദമായി താല്പര്യപൂർവ്വം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമല്ല. അതാണ് ആദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഹദീസ് മണ്ടല്ലാതെ അൽഹംദുലില്ലാഹ്. രണ്ട് ചോദ്യമാണ് കാരണവർ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, എല്ലാം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ മൻ സന്ന സുന്നത്തൻ ഹസന, ആരെങ്കിലും നല്ല ഒരു ചര്യയാക്കി കാണിച്ചാൽ അതിന് പ്രതിഫലം അവനുണ്ട്, അവൻ തുടർന്ന് ആരൊക്കെ ചെയ്യുന്നുവോ അതിൻ്റെയും പ്രതിഫലം അവനുണ്ട് എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. അതേപോലെ ഒരു ഖൈറ് ആരെങ്കിലും അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പ്രതിഫലം ഇവന് ലഭിക്കും, അവരുടെ പ്രതിഫലം കുറയാതെ എന്നുമുണ്ട്. ഈ ഹദീസ് അതിൻ്റെ മുമ്പിൽ എന്താണ് നമ്മൾ ചെയ്യുക എന്നതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അവിടെ മൻ സന്ന സുന്നത്തൻ ഹസന, ഹദീസിന്റെ ബാക്കി ഭാഗത്ത് മൻ സന്ന സുന്നത്തൻ സയ്യിഅ എന്നും കാണും. മോശപ്പെട്ട ഒരു ചര്യ ആരെങ്കിലും തുടങ്ങി വെച്ചാൽ, അല്ലെങ്കിൽ നല്ല ചര്യ ആരെങ്കിലും തുടങ്ങി വെച്ചാൽ, ഈ ഹദീസ് പറയുന്ന പശ്ചാത്തലം തന്നെ സ്വതക്കയുമായി ബന്ധപ്പെട്ട് ഒരു ആഹ്വാനമുണ്ടായപ്പോൾ ഒരാള് മുന്നിലേക്ക് വന്ന് ആദ്യമായി സ്വതക്ക ചെയ്തു. അദ്ദേഹം ചെയ്തപ്പോൾ എല്ലാവരും ചെയ്തു. അപ്പോഴാണ് ഇത് പഠിപ്പിക്കപ്പെട്ടത് തന്നെ. അപ്പൊ ഈ ഹദീസിന്റെ അർത്ഥം ഒരിക്കലും മതത്തിൽ കുറേയൊക്കെ പഠിപ്പിച്ചു, ഇനി ബാക്കി ഇങ്ങനെയൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി കുറെ സുന്നത്തുകൾ അപ്പുറത്ത് ബാക്കി വെച്ചിട്ടുണ്ട് എന്നല്ല. നേരെ മറിച്ച് മതത്തിൽ സ്ഥിരപ്പെട്ട സുന്നത്ത്, മതത്തിൽ സ്ഥിരപ്പെട്ട ഖൈറായ കാര്യങ്ങൾ, അത് ഒരു സ്ഥലത്ത് തുടങ്ങാൻ നിൽക്കുമ്പോൾ ഒരാൾ തുടങ്ങി വെച്ചാൽ അയാളുടെ ശേഷം അത് മാതൃകയാക്കി ആരൊക്കെ ചെയ്യുമോ അതിൻ്റെ എല്ലാം പ്രതിഫലം അയാൾക്കും ലഭിക്കും എന്നർത്ഥമാണ്.
ഒരാള് പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പള്ളി, ഇപ്പൊ നാട്ടിൽ പള്ളി ഉണ്ടാകുന്നു, ആ നാട്ടിൽ പള്ളി ഉണ്ടാകണമെന്ന് ആദ്യമായി ആലോചിച്ച് അതിനാദ്യമായി ഇറങ്ങിപ്പുറപ്പെട്ട ആളാരോ അയാൾക്കുള്ള പ്രതിഫലം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ആ വഴിയിൽ ആരൊക്കെ അവിടെ വന്നുവോ, ഒരു പക്ഷെ ആ പള്ളിയായിരിക്കാം പിന്നീട് ആ നാട്ടിൽ ഒരുപാട് പള്ളികൾ വരാൻ നിമിത്തമായി മാറുന്നത്. അതിലൊക്കെ പ്രതിഫലം തുടങ്ങി വെച്ച ആൾക്ക് കിട്ടും എന്നർത്ഥം. ഈ ഒരു സംരംഭം, ഇന്നത്തെ ഈ മുഖാമുഖം ഇതിവ ഉണ്ടാകണമെന്ന് ആരാണോ ആദ്യം ചിന്തിച്ചത്, സ്വാഭാവികമായും അയാൾക്ക് ഇതിന്റെ പ്രതിഫലത്തിന്റെ ഏറ്റവും വലിയ പങ്ക് അയാൾക്കാണ് ലഭിക്കുക. അതാണ് ആ ഹദീസിന്റെ ഉദ്ദേശം. അല്ലാതെ മതത്തിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കിക്കൊണ്ടുവരാനുള്ള തെളിവല്ല അത്. മൻ ദല്ല അലാ ഖൈറിൻ എന്നും അത് തന്നെയാണ്. ഒരു ഖൈർ ആരെങ്കിലും അറിയിച്ചു കൊടുത്താൽ, ഏതാ ഖൈർ? അള്ളാഹും റസൂലും പഠിപ്പിച്ചത്. അള്ളാഹും റസൂലും എന്താണോ ഖൈറായി പഠിപ്പിച്ചത് ആ ഖൈർ അത് അറിയിച്ചു കൊടുത്താൽ, എങ്കിൽ പിന്നെ അറിയിച്ചു കൊടുത്താൽ വേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹു റസൂലും അറിയിച്ചിട്ടില്ലേനാ? ശരിയാണ്, അള്ളാഹു റസൂൽ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു റസൂലും അറിയിച്ചത് അറിയാത്ത ഒരാൾക്ക് മറ്റൊരാൾ എത്തിച്ചു കൊടുക്കുന്നു. അതാണ് മൻ ദല്ല അലാ ഖൈറിൻ. ഖൈറായ ഒരു കാര്യം ഇങ്ങനെയൊക്കെ ലോകത്തുണ്ട്, ഇസ്ലാം ഇതൊക്കെ ഉണ്ട്, ഇത് പുണ്യമാണ്, അത് ഖൈറാണ് എന്ന് ആർക്കാണോ അറിയിച്ചു കൊടുക്കുന്നത്. അതാണ് ഒരാൾ മരിച്ചാൽ 3 കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും എന്ന് പറഞ്ഞത്. ഒന്നെന്താണ്? അവൻ പ്രചരിപ്പിച്ച വിജ്ഞാനം എന്നാണ്, അത് ഖൈർ അറിയിച്ചു കൊടുക്കലാണ്. ഒരു ഇൽമ അയാൾ പ്രചരിപ്പിച്ചു, അത് കേട്ടു പഠിച്ച് ആരൊക്കെ ജീവിതത്തിൽ പാലിക്കുന്നുവോ അവരുടെ എല്ലാം പ്രതിഫലം ഇയാൾക്ക് ലഭിക്കും എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇനി പ്രവാചകൻ ഏറ്റവും അധികം നിന്ദിച്ചത് ആരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരു യഥാർത്ഥത്തിൽ പ്രവാചകൻ നിന്നയുടെ തുടക്കം അബൂലഹബിൽ നിന്നാണ്. അബൂലഹബിൽ, അബൂ ഖുബൈസ് മലയുടെ താഴെ സഫാ കുന്നിൽ കയറി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പരസ്യമായി തന്റെ കുടുംബത്തെ മൊത്തം വിളിച്ചുകൂട്ടി, യാ അയ്യുഹന്നാസ് ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് ആരംഭിച്ചു പ്രവാചകൻ നിന്ന. അബൂലഹബ് തബ്ബല്ലക്, നിനക്ക് നാശമുണ്ടാവട്ടെ, നീ തുലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തു പ്രവാചകൻ നിന്ന. അവിടെ മുതൽ ഇന്ന് വരെ അത് ഏറ്റെടുത്ത ധാരാളം ആളുകൾ, അത് ഇസ്ലാമിന്റെ പേരിലുണ്ടാവാം, അല്ലാത്ത പേരിലുണ്ടാവാം. അത് യഥാർത്ഥത്തിൽ പ്രവാചകനെ നേരെ ഒരു മോശക്കാരനായി ചിത്രീകരിക്കൽ മാത്രമല്ല പ്രവാചകൻ നിന്ന. പ്രവാചകന്റെ ചര്യയേക്കാൾ മികച്ച മറ്റൊരു ചര്യയുണ്ട് എന്ന് പറയൽ പ്രവാചകൻ നിന്നയാണ്. പ്രവാചകൻ പഠിപ്പിച്ച നന്മയെ കൊച്ചാക്കൽ പ്രവാചകൻ നിന്നയാണ്. പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിക വേഷത്തെ പരിഹസിക്കൽ, അത് ഇസ്ലാമിക വേഷമല്ലെന്ന് പറയൽ, അത് പ്രവാചകൻ നിന്നയാണ്. പ്രവാചകന്റെ മതത്തിന്റെ പേര് ഇല്ലാത്തത് ഉണ്ടാക്കിക്കൊണ്ടുവരൽ പ്രവാചകൻ നിന്നയാണ്. പ്രവാചക മതത്തിന്റെ പേരും പറഞ്ഞ് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് പ്രവാചകൻ നിന്നയാണ്. ആ വക വ്യത്യസ്തങ്ങളായ ശൈലിയിൽ ധാരാളം മേഖലകൾ പ്രവാചക നിന്നയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ലോക ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിൽ പലരുമായി അത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് പോന്നിട്ടുമുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേസമയം നമ്മോട് പഠിപ്പിച്ചത് പ്രവാചകൻ എന്താണോ കൊണ്ടുതന്നത് അത് സ്വീകരിക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹകും അൻഹു ഫൻതഹു. പ്രവാചകൻ എന്താണോ കൊണ്ടുതന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, പ്രവാചകൻ എന്താണോ വിലക്കിയത് അത് നിങ്ങൾ വെടിയുകയും ചെയ്യുക എന്നതാണ് നമ്മോട് പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സമീർ, എൻ്റെ വീട് മയ്യിലാണ്. എൻ്റെ ചോദ്യമെങ്കിൽ, ഞാൻ 9 വർഷം മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ നബിദിനം ആഘോഷിച്ചില്ല. പിന്നെ ഗൾഫ് കൺട്രി മക്ക മദീന അങ്ങനത്തെ അടുത്തൊന്നും നബിദിനം ഉണ്ടോ എന്നറിയില്ല. ഈ കേരളത്തിൽ മാത്രം ഇത് വരാനുള്ള കാരണം എന്താണ്? അദ്ദേഹം മഹാരാഷ്ട്രയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു, അവിടെ നബിദിനാഘോഷമില്ല. ഗൾഫ് നാടുകളിൽ മക്ക മദീന പോലുള്ള പ്രദേശത്തുമില്ല. കേരളത്തിൽ മാത്രം ഇതെങ്ങനെ വന്നു എന്നാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ പോലെ മുസ്ലിയാക്കന്മാർ എവിടെ കണ്ടോ അവിടെയും അതുണ്ട്. ഇത് ഷിയാക്കളാണ് ഇതിന്റെ തുടക്കം. നേരത്തെ വിശാദത്തിൽ സൂചിപ്പിച്ചു, ഫാത്തിമിയ ഭരണകൂടമാണ് ആദ്യമായി ഇത് തുടങ്ങി വെച്ചത്. അന്ന് ഷിയാക്കൾ തുടങ്ങി. പിന്നീട് ഹിജ്റ 630 മരിച്ച മുലഫർ രാജാവാണ് അത് ഏറ്റെടുത്ത് അത് വ്യാപകമായ പ്രചാരണം നൽകി അത് മതത്തിന്റെ ഭാഗമായി പരിചയപ്പെടുത്തിയത്. അതിൽ നിന്നാണ് പിന്നീട് കാലക്രമേണ പല ഭാഗത്തേക്കും അത് പ്രചരിച്ചത്. കേരളക്കരയിലും തന്നെ എത്ര കാലം മുമ്പ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഏതായിരുന്നാലും മുലഫറിന് മുമ്പില്ല എന്ന് ഉറപ്പാണ്. മുലഫറിന് മുമ്പില്ല. ഇവിടെ സാധാരണ ആളുകൾ പറയാറുള്ളത് മാലിക് ദിനാറും കൂട്ടരും ഇസ്ലാമുമായി വന്നു, അത്ര പഴക്കമുണ്ട്, പാരമ്പര്യമുണ്ട് എന്നാണ്. എന്നാൽ മാലിക് ദിനാർ വന്ന കാലത്ത് ഏതായിരുന്നാലും നബിദിനാഘോഷം കൊണ്ടുവന്നിട്ടില്ല, അവരാരും അത് ചെയ്തിട്ടുമില്ല. അതിനുശേഷം 600 കൊല്ലം കഴിഞ്ഞ് ഹിജ്റ 630 മരിച്ച മുലഫർ രാജാവ്, 7-ാം നൂറ്റാണ്ടുകാരൻ, അദ്ദേഹമാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയാം. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പല വഴിക്ക് വന്നു. നമ്മുടെ നാട്ടിൽ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം ആളുകളും ഷാഫി മദ്ഹബും അശ്അരി അഖീദയും സ്വീകരിക്കുന്നവരായി മാറി. എന്തുകൊണ്ട്? നമ്മൾ പഠിക്കേണ്ടുന്ന വിഷയമാണ്. മാലിക് ദിനാർ സംഘവും വന്ന്
ദീന് പഠിപ്പിച്ചു പോയിട്ട് പിന്നെ എന്തുകൊണ്ട് കേരളക്കരയിൽ ഷാഫി മദ്ഹബും അശ്അരി ത്വരീഖത്തും ഉണ്ടായി? ഇവിടെ മാലിക്കി സംഘവും വന്ന് പഠിപ്പിച്ചു പോയെങ്കിലും അവരുടെ കാലം അവസാനിക്കുന്നതോടുകൂടി ആ ഒരു ഉണർവ് ഏകദേശം കെട്ടടങ്ങി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പിന്നീട് അതിന്റെ തുടർച്ച ഏറ്റെടുത്തുകൊണ്ട് മതരംഗത്ത് വലിയ പ്രവർത്തനങ്ങളും സംഭാവനകളും അധികമൊന്നും ആ കാലഘട്ടങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകത്തറിയപ്പെട്ട വലിയ വലിയ ഇസ്ലാമിക രാഷ്ട്രങ്ങളെക്കാളും മികച്ച സൗകര്യങ്ങളും മതസ്ഥാപനങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിലാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. അന്ന് അത്ര സന്തോഷത്തോടെയും അത്ര താല്പര്യത്തോടു കൂടിയുമാണ് ഈ നാട്ടിലെ മറ്റു മതസ്ഥർ മുസ്ലിമീങ്ങളെ അന്ന് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കെയ്റോയിലോ അതല്ലെങ്കിൽ മക്ക മദീന പോലുള്ള രാജ്യങ്ങളിലോ മറ്റു രാജ്യങ്ങളിലൊക്കെയുള്ള വലിയ വലിയ ഇസ്ലാമിക സ്ഥാപനങ്ങൾ അവയെ മറികടക്കുന്ന സ്ഥാപനം ഉണ്ടാവാനുള്ള സൗകര്യവും സാഹചര്യവും കേരളത്തിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടായില്ല. പിന്നീട് ഏകദേശം ഒരു 10 നൂറ്റാണ്ട് കാലം യഥാർത്ഥത്തിൽ 1000 കൊല്ലത്തോളം ഇവിടെ ബ്ലാങ്കാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഒരു ഉണർവുണ്ടാകുന്നത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആഗമനത്തോടു കൂടിയാണ്. യമനിൽ നിന്ന് വന്ന സൈനുദ്ദീൻ മഖ്ദൂം, അദ്ദേഹം ഇബ്നു ഹജർ ഹൈത്തമിയുടെ ശിഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം ഷാഫി മദ്ഹബുകാരനായിരുന്നു, അദ്ദേഹം അശ്അരി അഖീദക്കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വന്ന് പൊന്നാനിൽ കൂടി അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തെ ശിഷ്യന്മാരും അവിടുന്ന് വന്നവരാണ് പിന്നീടുണ്ടായവർ. അതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായും അശ്അരിയത്തും അതേപോലെ ഷാഫി മദ്ഹബുമായി മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ രീതി ആര് കൊണ്ടുവന്നാലും എവിടുന്ന് കിട്ടിയാലും ശരി, ലോകത്ത് ഇതേപോലെ പല സ്ഥലത്തും അതുണ്ട്. പക്ഷേ അതൊക്കെ പിൽക്കാലത്ത് ഇത്തരം ചെയ്തികൾക്ക് ശേഷം അതിന്റെ പിന്മുറക്കാരായി ഏറ്റെടുത്ത് പോകുന്നത് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതല്ലെങ്കിൽ ഇവിടെ ആ കാലം മുതലേ അങ്ങനെ പോകുന്നതാണെങ്കിൽ ഇവിടെ ഷാഫി മദ്ഹബും അശ്അരി ത്വരീഖത്തുമാകാൻ ഏതായിരുന്നാലും ന്യായം ഉണ്ടാകുമായിരുന്നില്ല. സൈനുദ്ദീൻ മഖ്ദൂം ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും ആ വഴിക്ക് വന്നു എന്ന് മാത്രം. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ചരിത്രം എല്ലാ പ്രസ്ഥാനങ്ങളും എഴുതിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ മറ്റു സുന്നി പ്രസ്ഥാനങ്ങളും അല്ലാത്ത മറ്റു സാഹിത്യകാരന്മാരുമെല്ലാം കേരള മുസ്ലിം ചരിത്രം എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കേരള മുസ്ലിം ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതൊക്കെ ചെന്നുമുട്ടുന്നത് ഇവിടുത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പറഞ്ഞത് എവിടെയാ? മാലിക്കിനാണ് വന്നത് ചിലരൊക്കെ പരാമർശിക്കും. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോലും പിന്നെ സൈനുദ്ദീൻ മഖ്ദൂമിലേക്ക്. സൈനുദ്ദീൻ മഖ്ദൂം, മമ്പറം തങ്ങൾ, ഉമർ ഖാദി തുടങ്ങി ഈ കഴിഞ്ഞ 200, 300, 400 കൊല്ലങ്ങളിലെ ചരിത്രങ്ങളാണ് പറയാനുള്ളത്. മാലിക് ദിനാറിന്റെയും ഉമർ ഖാദിയുടെയും മാലിക് ദിനാറിന്റെയും സൈനുദ്ദീൻ മഖ്ദൂമിന്റെയും ഒക്കെ ഇടയിലുള്ള 10 നൂറ്റാണ്ടിനെ കുറിച്ച് ചരിത്രകാരന്മാർ പലപ്പോഴും മൗനം പാലിക്കുകയാണ്. ഏറി വന്നാൽ കണ്ണൂരിലെ അറക്കൽ രാജാക്കന്മാരെ പറ്റിയുള്ള ചില പരാമർശങ്ങളൊക്കെ ആ ഇടക്കാലത്ത് ഉണ്ട് എന്ന് ഒഴിച്ചാൽ കാര്യമായി ഇസ്ലാമിക ലോകത്തിന് മുസ്ലിമീങ്ങൾക്ക് വൈജ്ഞാനികമായ സംഭാവനകൾ നൽകിയ, മുസ്ലിമീങ്ങൾ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ച ആ നിലയ്ക്കുള്ള പ്രയത്നങ്ങളോ പരിശ്രമങ്ങളോ അത്ര വലിയ മഹാപണ്ഡിതന്മാരോ കേരളത്തിൽ നിന്ന് ഉണ്ടായില്ല. ലോകത്ത് ഇമാം ഷാഫി ഉണ്ടായിട്ടുണ്ട്, അതേപോലെ മറ്റൊരുപാട് ഇമാമിയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇമാം ബുഖാരി ഉണ്ടായിട്ടുണ്ട്. സമാനരായ ഇമാമിയങ്ങൾ ഉണ്ടാവേണ്ട ഭൂമിയായിരുന്നു യഥാർത്ഥത്തിൽ കേരള മണ്ണ്. പക്ഷെ 1400 കൊല്ലങ്ങൾക്കിടയിൽ കേരളത്തിൽ നിന്ന് അങ്ങനത്തെ ഒരാളെ ലോകത്തേക്ക് മൊത്തമായി സംഭാവന നൽകാൻ, ലോകത്ത് മൊത്തം ദീനിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കാവുന്ന ഒരു പണ്ഡിതനെ കേരള മണ്ണിൽ നിന്ന് 14 സംഭാവന നൽകാൻ ഈ നാടിന് സാധിച്ചില്ല എന്ന് തന്നെ ആ രംഗത്ത് ഒരു വലിയ ദീർഘമായൊരു മൗനം ചരിത്രത്തിൽ ഉണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന് കൂടി മനസ്സിലാക്കുന്നു. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ശംഷാദ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലും മറ്റു ഗ്രന്ഥത്തിലും പ്രവാചകന്മാരെ സ്മരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മൗലൂദിന് തെളിവല്ലേ? മുസ്ലിങ്ങൾ മൗലൂദിലൂടെ ആഘോഷിക്കുന്നതിലൂടെ പ്രവാചകന്മാരെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവാചകന്മാരെ സ്മരിക്കാൻ അധ്യാപനം ശരിയാണ്. വദ്കുർ ഫിൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് മറിയമിൽ ധാരാളം പരാമർശമുണ്ട്. ഇസ്മായിൽ നബിയെ അതേപോലെ മറിയമിനെ എല്ലാം പറയുമ്പോൾ വദ്കുർ ഫിൽ കിതാബി മറിയം, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ തുടങ്ങിയ പ്രയോഗങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങൾ അവരെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ വിഷയാവതരണത്തിൽ പോലും എത്ര പ്രവാചകന്മാരുടെ പേര് പരാമർശിക്കപ്പെട്ടു. നമ്മുടെ ഓരോ പ്രസംഗത്തിലും ഓരോ ഖുതുബയിലും ഓരോ രചനയിലും പ്രവാചകന്മാരെ കുറിച്ച് പരാമർശങ്ങൾ എമ്പാടുമുണ്ട്. അത് സ്മരണകൾ തന്നെയാണ്. എന്നാൽ
അത് അവരുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അടുത്ത വ്യാഴാഴ്ച ക്രിസ്മസ് ആഘോഷിക്കണം. ഈസാ നബിയെ സ്മരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈസാ നബിയെ സ്മരിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകനാണ് ഈസാ നബി. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി എന്ന് ഖുർആനിൽ പരാമർശവുമുണ്ട്. പ്രവാചകന്മാരിൽ ഒരാൾക്കിടയിലും നാം വേർതിരിവ് ഏറ്റവ്യത്യാസം കാണിക്കുന്നില്ല എങ്കിൽ 25-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കേണ്ടി വരും. ഇനി അടുത്ത കൊല്ലം ഡിസംബർ വരുമ്പോൾ ഇതിനേക്കാളും പ്രധാനമാണ്. 2015 ഡിസംബറിൽ ജാമിഅ ഹിന്ദിലെ കലണ്ടർ എടുത്ത് നോക്കിയാൽ 24-ാം തീയതി നബിദിനം, 25-ാം തീയതി ക്രിസ്മസ്. ഡിസംബർ 24 നബിദിനാഘോഷം, ഡിസംബർ 25 ക്രിസ്തുമസ്. ഒന്ന് ആഘോഷിക്കുന്നു, മറ്റത് ആഘോഷിക്കുന്നില്ല. എന്തുകൊണ്ട്? സ്മരിക്കാൻ പറഞ്ഞത് ഖുർആനാണല്ലോ. അപ്പൊ അതൊരിക്കലും ജന്മദിനം ആഘോഷിക്കാൻ തെളിവല്ല. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരെ പേര് പറഞ്ഞു, പക്ഷെ ഒരു നബിയുടെയും ജന്മദിനം പരാമർശിച്ചില്ല. ജനനത്തെക്കുറിച്ച് പരാമർശിച്ചു, ജനിച്ച ദിവസത്തെ പറ്റി ആ ഡേറ്റ് ഒരാളുടെയും പറഞ്ഞു തന്നില്ല. പ്രവാചകന്റെയും ജനിച്ച ദിവസത്തെപ്പറ്റി ഒരുപാട് അഭിപ്രായ വ്യത്യാസം നേരത്തെ പരാമർശിച്ചുവല്ലോ. ജനിച്ച ഡേറ്റ്, ജനിച്ച മാസം, ജനിച്ച കൊല്ലം എല്ലാം തർക്കമുണ്ട്. തിങ്കളാഴ്ചയാണ് എന്ന വിഷയത്തിൽ മാത്രമേ തർക്കമില്ലാത്തതുള്ളൂ. വഫാത്തിൽ തർക്കമില്ല. റബീഉൽ മാസം 12 തിങ്കളാഴ്ചയാണ് എന്നതിൽ തർക്കമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊന്നും സ്മരിക്കാനുള്ള തെളിവല്ല. മറ്റൊന്ന്, ഈ ആയത്തുകൾ അവതരിച്ചു കിട്ടിയത് പ്രവാചകർക്കാണ്. പ്രവാചകരിൽ നിന്ന് അത് ആദ്യമായി കേട്ടവർ സ്വഹാബിമാരാണ്. എന്നിട്ട് ആ നബിയും സ്വഹാബിമാരും കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരിൽ എത്ര അമ്പിയാക്കന്മാരുടെ ജന്മദിനം ആഘോഷിച്ചു? ഒരാളുടെയും ആഘോഷിച്ചില്ല. ഇന്നും മുസ്ലിം ഉമ്മത്ത് എത്ര അമ്പിയാക്കന്മാർ ജന്മദിനം ആഘോഷിക്കുന്നു? ഒരാളുടേതുമില്ല. അപ്പോൾ വദ്കുർ ഫിൽ കിതാബ് എന്ന പരാമർശം ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് പ്രവാചകർ മുതൽ ഇതേവരെയുള്ള മുസ്ലിം ഉമ്മത്തിൽ ഒരാളും മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. നേരെ മറിച്ച് സ്മരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ചരിത്രങ്ങളിൽ പാഠം ഉൾക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. പല സംഭവങ്ങളും പറയുമ്പോഴും നീ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അതെടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ പാഠമുണ്ട്, ആ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിന് അനുകൂലമായ രൂപത്തിലുള്ള സ്മരണകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. അവരെ എല്ലാവരെയും സ്നേഹിക്കേണ്ടതുണ്ട്, അവരെ എല്ലാവരെയും വിശ്വസിക്കേണ്ടതുണ്ട്. അവർക്ക് ഖുർആനും ഹദീസും എന്തെല്ലാം സ്ഥാനമാനങ്ങൾ പരിചയപ്പെടുത്തിയോ അതെല്ലാം അംഗീകരിക്കേണ്ടതുമുണ്ട്. ഒരു നബിയെ തള്ളിയാൽ എല്ലാ നബിമാരെയും തള്ളിയ പോലെയാണ് എന്നാണ്. അതുകൊണ്ട് ഒന്നാമത്തെ റസൂല് നൂഹ് നബിയാണല്ലോ. ഒന്നാമത്തെ റസൂല് നൂഹ് നബി. നൂഹ് നബിയുടെ ജനത നൂഹ് നബിയെ വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളഞ്ഞതിനെ പറ്റി സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു തആല പറഞ്ഞത് വഖൗമ നൂഹിൻ ലമ്മാ കദ്ദബുർ റുസുല. നൂഹിന്റെ ജനതയെ നാം നശിപ്പിച്ചു. ലമ്മാ കദ്ദബുർ റുസുല, അവർ പ്രവാചകന്മാരെ കളവാക്കിയപ്പോൾ. യഥാർത്ഥത്തിൽ നൂഹ് നബിയുടെ ജനത പ്രവാചകന്മാരെ കളവാക്കിയിട്ടില്ല, ഒരു പ്രവാചകനെ കളവാക്കിയത്. ഒന്നാമത്തെ റസൂല നൂഹ് നബി, ഒന്നാമത്തെ നബി ആദം നബി, ഒന്നാമത്തെ റസൂൽ നൂഹ് നബി. ആ നൂഹ് നബിയെ മാത്രം കളവാക്കിയ ആളുകളെ പറ്റി കദ്ദബുർ റുസുല, അവർ പ്രവാചകന്മാരെ കളവാക്കി എന്നാ പറഞ്ഞത്. അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നു, ഒരു നബിയെ കളവാക്കിയാൽ എല്ലാ നബിമാരെയും കളവാക്കിയത് പോലെയാണ്. കാരണം എല്ലാ നബിമാരും പഠിപ്പിച്ചത് ഒരേ സന്ദേശമാണ്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെയും സ്മരിക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്. അവർക്ക് അർഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്. അവരെ വിശ്വസിക്കേണ്ടതുണ്ട്. അവർക്കിടയിൽ നമ്മളായിട്ട് വിശ്വസിക്കുന്ന കാര്യത്തിൽ ഏറ്റവും വ്യത്യാസങ്ങൾ വരുത്താനും പാടില്ല. എന്നാൽ അതൊന്നും അവരുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവല്ല എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നമുക്ക് പോലീസ് പെർമിഷന്റെ സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. നമ്മൾ നിയമത്തെ എല്ലാ അർത്ഥത്തിലും മാനിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഒരു ചോദ്യവും കൂടി നമുക്ക് എല്ലാവർക്കും ആ ചോദ്യത്തിന്റെ ഉത്തരവും കൂടി കേട്ട് ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് പിരിയാം. ഈസിയാണ്. പിന്നെ എനിക്ക് ഒരു സംശയം മാത്രം, നിസ്സാര സംശയമാണ്. നമ്മൾ ഈ മൗലൂദിന്റെ നബിദിനത്തിന്റെ ചോറ് ഉണ്ടല്ലോ, അത് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് നമ്മൾ അയൽ വീട്ടിൽ നിന്നൊക്കെ ഓണത്തിന് സദ്യ ഓണത്തിന് നമ്മൾ കഴിക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്മസിന്റെ കഴിക്ക് തന്നാൽ നമ്മൾ കഴിക്കുന്നത്. അതുപോലെ ഈ നബിദിനത്തിന്റെ ചോറ് തന്നാൽ നമുക്ക് അത് വിശ്വാസമായിട്ടെങ്കിലും കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യം, മൗലിദിന്റെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുമോ? സാധാരണ ആളുകൾ പറയാറുണ്ട്, കുട്ടികളല്ലേ നെയ്ച്ചോറല്ലേ വേയിച്ചോട്ടെ, നിങ്ങൾ ഈ അന്നം മുടക്കാൻ നടക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ അർത്ഥത്തിലാണ്. പക്ഷേ അത്ര നിസ്സാരമല്ല വിഷയം. എന്തിൻ്റേതാണ് ഭക്ഷണം, അതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്താണ് എന്നതാണ് വിഷയം. വലാ തഅകുലു മിമ്മാ ലം യുദ്കിർ ഇസ്മുല്ലാഹി അലൈഹി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത് നിങ്ങൾ ഭക്ഷിച്ചു പോകരുത്.
ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹമൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. 4 ഭക്ഷണം നിങ്ങൾക്ക് ഹറാമാണ്: രക്തം, ശവം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ പാവപ്പെട്ട ഒരു മുസ്ലിം സഹോദരൻ പോലും മൗലിദിലേക്ക് ഒരു കുട്ടനെ കൊടുക്കുന്നത്, ഒരു ചാക്ക് അരി കൊടുക്കുന്നത് ഒരു പക്ഷേ അവന്റെ അടുത്ത് സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ടാവില്ല. മറിച്ച് എനിക്ക് കൂലി കിട്ടണം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം കിട്ടണം, അവിടുന്ന് മൗലിദിൽ പറഞ്ഞതുപോലെ എന്നെ നരകത്തുനിന്ന് രക്ഷിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണമായി കഴിഞ്ഞു. അത് നമുക്ക് കഴിച്ചുകൂടാ. ഏതുപോലെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഏതേത് ഭക്ഷണവും, ശബരിമലയിൽ പോയി ആ സഹോദരങ്ങൾ കൊണ്ടുവരുന്ന അരവണപ്പായസം മുസ്ലിങ്ങൾ കഴിക്കില്ലെന്ന് ഹൈന്ദവർക്ക് പോലും അറിയാം. കാരണം എന്താണ്? അവർ അവിടുന്നെങ്ങാനും അത് കൊണ്ടുവരുന്നത് സ്വാമിയുടെ, അയ്യപ്പന്റെ, അവർ വിചാരിക്കുന്ന തരത്തിൽ ആ ആരാധ്യന്മാരുടെ ബറക്കത്ത് കിട്ടാൻ, അവരുടെ അനുഗ്രഹം കിട്ടാനാണ്. അതുകൊണ്ടാണ് മുസ്ലിം സഹോദരങ്ങൾക്ക് അവരത് കൊടുക്കാത്തത്. എന്നാൽ അതിനെക്കുറിച്ച് അറിയാത്ത ചില മുസ്ലിം സഹോദരങ്ങൾ അത് വാങ്ങിത്തുന്നുമ്പോൾ ഇവർക്ക് എന്തു പറ്റി? ഇവർ പടച്ചവനെ മാത്രം ആരാധിക്കുന്നവരാണല്ലോ, മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാത്തവരാണല്ലോ, എന്നിട്ട് ഈ അരവണ പായസം വാങ്ങിത്തുന്നല്ലോ എന്ന് അവർ പോലും സ്വകാര്യം പറയുന്നത് അവർക്കറിയാം ഇത് അവരുടെ പ്രീതിക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടതാണ് എന്ന്. അതുകൊണ്ട് മൗലിദിന്റെ ഭക്ഷണം അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് ഹബീബിനുള്ള നേർച്ചയാണ്. വഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ ഒരു കോഴി, ആ കോഴി എറിയുമ്പോൾ മോനെ കോഴി എറിയല്ലേ, ഷേഖിന്റെ കുരുത്തക്കേട് പറ്റും. അപ്പോൾ ആരുടെ പേരിലാണ് ആ കോഴിയെ നേർച്ചയാക്കിയത്? നേർച്ച ഇബാദത്താണ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. ആ ഇബാദത്താകുന്ന നേർച്ച അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞാൽ അത് ശിർക്കായി മാറും. അതുകൊണ്ട് ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കൂടി ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ ബുവാന എന്ന് പറഞ്ഞ പ്രദേശത്തെത്തി. നബിയെ, ഇവിടെ വെച്ച് ഞങ്ങൾ ഒരു ബലിയെറുക്കട്ടെ എന്ന് ചോദിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജാഹിലിയ കാലഘട്ടത്തിൽ ഇവിടെ വല്ല തെറ്റായ നേർച്ചയും ഉണ്ടായിരുന്നുവോ? പറഞ്ഞു, ഇല്ല. എങ്കിൽ നിങ്ങൾ ബലിയെറുത്തോളൂ. അഥവാ തെറ്റായ ഒരു സമ്പ്രദായം, ജാഹിലിയ കാലഘട്ടത്തിൽ ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്യുവാൻ പാടില്ല. അഥവാ തിന്മയോട് ഒരു അനുഭാവം പ്രകടിപ്പിക്കുന്നത് പോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശിർക്കിന്റെ ഭക്ഷണമാണത്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ വയറ്റിലേക്ക്, അവരുടെ രക്തധമനികളിലേക്ക് ശിർക്കിന്റെ ബിദ്അത്തിന്റെ ഭക്ഷണം ഒരിക്കലും വന്നുകൂടാ എന്ന് മാത്രമല്ല, അത് ഒരു സലഫിയുടെ വീടാ, അത് ഖുർആനും ഹദീസും മനസ്സിലാക്കിയാണ് വീടാ. അവിടെ മൗലിദിന്റെ ചോറ് കൊടുക്കേണ്ടതില്ലെന്ന് കൊടുക്കുന്നവർ പോലും പറഞ്ഞു പോകണം. അതാണ് ഇസ്ലാമിന്റെ രീതി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഖൂലു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, അല്ലാഹുവല്ലാതെ ആരാധ്യനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നല്ല, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല, വ അഷ്ഹദു വീണ്ടും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. നമസ്കാരമെന്ന് നിർബന്ധമായിട്ടില്ല. പക്ഷെ എല്ലാവരും അറിഞ്ഞു ബിലാൽ മുസ്ലിമായി എന്ന്. എങ്ങനെ? അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കുന്ന, നേർച്ച കൊടുക്കുന്ന, വഴിപാട് കൊടുക്കുന്ന ഒരിടത്തും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് വിടുതൽ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുന്ന് ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, അവിടുത്തെ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞെടുത്ത് പരിശുദ്ധ ഖുർആൻ 60-ാം അധ്യായം 4-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇത് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും. അദ്ദേഹം തന്റെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം, ഞങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവായവരാകുന്നു. അതെ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒഴിവായവരാകുന്നു. അതുകൊണ്ട് ശിർക്കിനോട്, ബിദ്അത്തിനോട് ഒരു തരത്തിലുള്ള അനുകൂല ഭാവവും നമുക്ക് പ്രകടിപ്പിച്ചുകൂടാ. അത് നമുക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവർ അവർ ആദരിക്കുന്ന, അവർ ആരാധിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ കേക്ക് മുറിക്കുമ്പോൾ, അതേ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കിയിടുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പടച്ചവനൊരു പുത്രനുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമി വിണ്ടുകീറിപ്പോകാൻ, ആകാശങ്ങൾ വിറച്ചു പോകാൻ, പർവ്വതങ്ങൾ കിടിലം കൊള്ളാൻ മാത്രം പടച്ചവന് കോപമുള്ള തിന്മയാണ് പടച്ചവനൊരു മകനുണ്ട് എന്ന അവരുടെ പ്രഖ്യാപനം. അപ്പോൾ പടച്ചവനിൽ വ്യഭിചാരം ആരോപിക്കുന്ന,
പടച്ചവനൊരു മകനുണ്ട് എന്ന കള്ളം പറഞ്ഞിട്ട് ആ സന്തോഷം പ്രകടിപ്പിക്കലാണ് ക്രിസ്മസ് നക്ഷത്രം. അതുകൊണ്ടാണ് ക്രൈസ്തവർ പോലും മുസ്ലിങ്ങൾക്ക് കൊടുക്കണ്ട. കാരണം ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണെന്ന അവരെ വിശ്വാസം, നമ്മളാകട്ടെ ദൈവപുത്രനാണ് എന്നും അവർക്ക് പോലും അറിയാം ഈ കേക്ക് മുസ്ലിങ്ങൾക്ക് തിന്നാൻ പാടില്ല എന്ന്. പക്ഷേ ചില മുസ്ലിമീങ്ങൾ ഖുർആനും സുന്നത്തും അറിയാത്ത, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദേശം അറിയാത്തവർ പടച്ചവനൊരു പുത്രനുണ്ട് എന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ക്രിസ്മസ് നക്ഷത്രങ്ങൾ കാറിൽ തൂക്കിയിടുമ്പോ ക്രൈസ്തവർ പോലും മൂക്കത്ത് വിരൽ വെക്കുന്നു, ഇവർക്ക് എന്തെങ്കിലും അറിയുമോ എന്ന്. ആ നിലക്ക് സഹോദരങ്ങളെ, വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹ്.